ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി. ഇന്നലെ നമ്മൾ എന്താണ് എടുത്തത്? റോൾ ഓഫ് അസംഷൻസ് ഇൻ ഇക്കണോമിക്സ്. കേട്ടോ, റോൾ ഓഫ് അസംഷൻസ് ഇൻ ഇക്കണോമിക്സ് കുറേ കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ മെത്തേഡ് ആൻഡ് മെത്തഡോളജി. എന്താണ് മെത്തേഡ് ആൻഡ് മെത്തഡോളജി? എന്താണ് മെത്തേഡ് എന്ന് പറഞ്ഞു? മെത്തേഡ് എന്ന് നമുക്ക് എന്തറിയാം? ഈ മെത്തഡോളജിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പേപ്പറിൻ്റെ പേര് തന്നെ പെർസ്പെക്റ്റീവ്സ് ഓൺ ആൻഡ് മെത്തഡോളജി ഓഫ് ഇക്കണോമിക്സ് എന്നാണ്. അപ്പം മെത്തഡോളജി ഓഫ് ഇക്കണോമിക്സ് എന്നാണ്. അന്ന് മെത്തഡോളജി എന്ന് പറഞ്ഞത് സയൻസ് ഓഫ് ലേണിംഗ് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. നമുക്കത് വേറെ രീതിയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതാണ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു മെത്തേഡുണ്ട് അല്ലേ? ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെടുക്കുന്ന ഷോട്ടിനും അതിനൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഓരോ ആൾക്കാർക്കും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുന്നവർക്കെല്ലാം വേറൊരു പ്രത്യേക മെത്തേഡുണ്ട്. So everything has, even if an activity or some other thing, there is a method or methodology or way of doing a particular activity. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിയാം, ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്, ഏത് സബ്ജക്റ്റാണ് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇക്കണോമിക്സ് ആണല്ലോ. ഇക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിന് അത് പഠിക്കുന്ന അല്ലെങ്കിൽ ആ സയൻസിൻ്റെ ഒരു രീതി എന്താണ്, അതാണ് നമ്മൾ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ കൃത്യം മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ സീ വാട്ട് ഈസ് മെത്തേഡ്, ദെൻ വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെത്തഡോളജി. Method is the technique or the process that is used in research. Okay, it's actually a technique. There can be mathematical techniques to explain an economic model. Mathematical. Okay, similarly there can be graphical way of explaining a particular theory. ശരിയല്ലേ? Then there can be narration. Narration എന്ന് പറഞ്ഞാൽ എന്താണ്? narration എന്ന് വിവരിക്കുക, നമ്മൾ വാക്കിങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കും. ഗ്രാഫിക്കൽ എന്ന് പറഞ്ഞാൽ ഡയഗ്രാം വെച്ച്, മനസ്സിലായല്ലോ? കെയ്നീഷ്യൻ ക്രോസ് സെക്ടർ മോഡൽ. ഓക്കെ, ടു സെക്ടർ മോഡൽ, അതുപോലെ തന്നെ ക്രോസ് ഡയഗ്രാം. ഓക്കെ, അതൊക്കെ നമ്മളിങ്ങനെ എന്താണ് ഒരു ഡയഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ്. ദെൻ എന്താണ്, ഒരു സെക്കൻഡേ, ദെൻ പിന്നെ നമ്മൾ പറയാണ്ട് കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. നമ്മുടെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? നമ്മുടെ ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയല്ലേ? ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഇൻകം ഉള്ളതുകൊണ്ട്. പക്ഷേ വെൻ വി ബിക്കം അഡൾട്ട്സ്, വി ഷുഡ് ഹാവ് സം സോർട്ട് ഓഫ് ഇൻകം ടു ഫുൾഫിൽ അവർ കൺസംഷൻ. ശരിയല്ലേ? നമുക്ക് ഇൻകം ഇല്ലാതെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളിങ്ങനെ മാത്തമാറ്റിക്സ് എഴുതുക. മാത്തമാറ്റിക്സ് ഒന്നും അല്ല, സിമ്പിൾ സംഭവമാണ്. ഒരു ഫങ്ഷൻ എന്ന് പറയും കൺസംഷൻ. സി എന്ന് പറയും കൺസംഷൻ ഈസ് എ ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചിരിക്കുക. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇൻകം കൂടുന്നതനുസരിച്ച് കൺസംഷനും കൂടും അല്ലേ? അങ്ങനെയാണ് എൻ്റെ സംഭവം. സോ കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. ദിസ് ഈസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം അല്ലേ? കൺസംഷൻ ഇൻകം തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. ഗ്രാഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. സി ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ എന്നൊക്കെ പറയും. സി എ പ്ലസ് ബി വൈ എന്നാട്ടോ, അത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ, അത് ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈ ലൈനാണ് കൺസംഷൻ ഫംഗ്ഷൻ കാണിക്കുന്നത്. ഇത് കൺസംഷൻ ഇൻകത്തെ ആശ്രയിക്കുന്ന സെയിം ഈ ലൈൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇക്വേഷൻ പറയുന്നുള്ളൂ. ഓക്കെ, സോ ലെറ്റ് മീ ഡിലീറ്റ് ദിസ് പാർട്ട് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി പല മെത്തേഡുണ്ട്. നരേഷൻ നമ്മളിങ്ങനെ ഇപ്പോൾ പഠിപ്പിക്കുന്ന പോലെ വിവരിച്ചങ്ങ് പഠിപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് വെച്ച് പഠിപ്പിക്കാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാം. സോ ദീസ് ആർ മാത്തമാറ്റിക്സ്. സോ ദീസ് ആർ ടെക്നിക്സ്, ആക്ച്വലി ദേ ആർ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് വൈ ലേണിംഗ് എ സബ്ജക്റ്റ് ഓർ വാട്ട് വി ക്യാൻ സേ ടു അണ്ടർസ്റ്റാൻഡ് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഇറ്റ് ഈസ് സിംപ്ലി ദ ടൂൾ യൂസ് ടു ഇംപ്ലിമെൻറ്റ് ദ റിസർച്ച് സ്റ്റെപ്പ്. നമ്മളിവിടെ പഠിക്കുമ്പോഴേ ഈ എപ്പോഴും റിസർച്ച് നമ്മൾ കാണും. അതിൻ്റെ കാര്യം എന്നറിയാം, റിസർച്ചിലാണ് ഈ മെത്തഡോളജിയും റെലവൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നമ്മൾ റിസർച്ചിലേക്ക് പോകാത്തതുകൊണ്ടാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ടൂൾസ് ഉപയോഗിക്കണം. അനാലൈസിസ് നടത്താൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിക്കണം. പിന്നെ ഇൻ്റർപ്രിട്ടേഷനുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ വേണം, ഡയഗ്രാം വേണം. അപ്പോൾ അങ്ങനെ ഒത്തിരി ടെക്നിക്സും ടൂൾസും നമ്മൾ റിസർച്ച്, അതുകൊണ്ട് ഓൾ ദോസ് തിങ്സ് ആർ റെലവൻ്റ് ഇൻ ദി കേസ് ഓഫ് റിസർച്ച്. നമ്മൾ സാധാരണ ഡിഗ്രിയിൽ വെറുതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഈ സംഭവങ്ങൾ നമുക്ക് റിസർച്ചിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസർച്ചിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തഡോളജിയൊക്കെ നമ്മൾ പഠിക്കുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ സർവേ, ഇൻ്റർവ്യൂ എക്സെട്ര ആർ മെത്തേഡ്സ്. ഓക്കെ, സർവേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ പുറത്ത് പോയി ക്വസ്റ്റ്യനെയറൊക്കെ വെച്ചിട്ട് അതുപോലെ ഇൻ്റർവ്യൂ നേരിട്ട് ചോദിക്കുന്നു. അവയെല്ലാം പല മെത്തേഡ്സാണ്. എന്തിന്? റിസർച്ചിൻ്റെ. അങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് മെത്തഡോളജി? Methodology is the study and description of methods that is used in studying subject. ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളുടെ സ്റ്റഡിയാണ് മെത്തഡോളജി. മനസ്സിലായല്ലോ? ഈ മെത്തേഡൊക്കെ നമ്മൾ പഠിക്കണ്ടേ? എങ്ങനെ നമുക്ക് റിസർച്ചിൽ ഒരു സർവേ ഡിസൈൻ ചെയ്യാം,
എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനെയറിൽ റിസർച്ച് ചെയ്ത് ഡാറ്റ കിട്ടി, ഒത്തിരി ഡാറ്റ നമ്മൾ കാണും. ഈ ഡാറ്റ ഒക്കെ നമ്മളെങ്ങനെ പ്രോസസ്സ് ചെയ്യാം, എങ്ങനെ നമുക്കത് അനലൈസ് ചെയ്ത് റിസൾട്ടിലേക്ക് കൊണ്ടുവരാം, ശരിയല്ലേ? സോ ഓൾ ദോസ് തിങ്സ് ആർ കവേർഡ് അണ്ടർ മെത്തഡോളജി. മെത്തഡോളജി ഈസ് ദ സ്റ്റഡി ആൻഡ് എക്സ്പ്ലനേഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റഡിങ് എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനും അതിനെക്കുറിച്ചുള്ള പഠനവുമാണ് ഏത് മെത്തഡോളജി. ഇറ്റ് ഇല്ലസ്ട്രേറ്റ് ഹൗ സയൻറ്റിഫിക് മെത്തേഡ്സ് ആർ വർക്കിംഗ്. ഓക്കെ, എങ്ങനെ സയൻറ്റിഫിക് മെത്തേഡ്സ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്കെന്ത് മെത്തഡോളജി നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ വീട്ടിൽ കോഴിക്കുഞ്ഞ് ഭയങ്കര വെച്ച് ഞാൻ അവനെ പിന്നെ മര്യാദയ്ക്ക് എടുത്തിട്ട് പോരാ, 2 മിനിറ്റ് പോയേക്കല്ലേ. ഓക്കെ ഓക്കെ നമുക്ക് തുടരാം. അമ്മ എന്നാന്ന് പറയും, 10 കോഴിക്കുഞ്ഞിനെ മേടിച്ചതാണ്. അതിൻ്റെ അകത്ത് 2 കോഴിക്കുഞ്ഞിന് വെളുത്ത നിറം. അപ്പോൾ ആ 2 കോഴിക്കുഞ്ഞിൽ വെളുത്ത നിറം എന്നുള്ളത് ഒരുമിച്ച് നടക്കുള്ളൂ. ഇപ്പോൾ ഒരു വെളുത്ത നിറമുള്ള കോഴി മറ്റേ കോഴി കണ്ടില്ല, അത് കഴിഞ്ഞാൽ എൻ്റെ ബഹളമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ മെത്തഡോളജിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. മെത്തഡോളജി ഈസ് ദ സ്റ്റഡി ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റഡിങ് സബ്ജക്റ്റ്. ഇത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് എക്സാമിന് ചോദിക്കും എന്താണ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കാണ്. നമുക്കറിയാം. മെത്തഡോളജി എന്താണ്? ടെക്നിക്കിനെ കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളെ കുറിച്ചുള്ള പഠനവും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണവുമാണ് ഏത് മെത്തഡോളജി. മെത്തഡോളജി ഈസ് ദ സ്റ്റഡി ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റഡിങ് എ സബ്ജക്റ്റ്. ഇറ്റ് ഇല്ലസ്ട്രേറ്റ്സ് ഹൗ സയൻറ്റിഫിക് മെത്തേഡ്സ് ആർ വർക്കിംഗ്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റിസർച്ച് നടത്താൻ കുറേ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കും. നമ്മൾ അതിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷേ എക്കണോമിക്സ് ഒക്കെ ഡിഗ്രിക്ക് പഠിച്ച് അതിൻ്റെ അവസാനം തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരും. PGക്ക് പഠിച്ചു, അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ച് ഏറ്റവും അവസാനം നമ്മൾ റിസർച്ചിൻ്റെ അടുത്തോട്ട് ചെല്ലും. ആ റിസർച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റെക്കുറിച്ച് പോർട്ടെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ ആ ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് കോറിലേഷൻ ഒക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ റിഗ്രഷൻ അങ്ങനെ ഒക്കെ ബേസിക്സ് ആട്ടോ. അതിനേക്കാളും വലിയ വലിയ മെത്തേഡ്സ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിച്ചും നമ്മൾ റിസർച്ച് നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സയൻറ്റിഫിक മെത്തേഡ്സും അതിൻ്റെ വർക്കിങ്, ആ വേരിയബിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെ. അപ്പോൾ ഉദാഹരണത്തിന് പോവർട്ടി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏത്? 10-15 ഘടകങ്ങളെടുത്തു, വെയിറ്റ് കൊടുത്തു, അപ്പം ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു, അവർ പറഞ്ഞു പോവർട്ടിയെക്കുറിച്ച് നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയ്മെൻറ്റാണ്, ഇൻകമാണ് എന്ന് പറയും. അപ്പോൾ നമ്മളത് അങ്ങനെയാണോ എന്ന ഏതെങ്കിലും മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചു, അതിൻ്റെ വർക്കിംഗ് നമ്മളങ്ങ് പഠിക്കുക. ഓക്കെ, സോ ഇൻ ഇക്കണോമിക്സ് ഇറ്റ് ഈസ് ദ വേ ഓഫ് സ്റ്റഡി of the methods that and their uses in understanding economics. Okay, in economics methodology is the way of study of the methods and their uses in understanding economics. Okay, in economics it is the way of study. അപ്പം മെത്തേഡ്സ് പഠിക്കുന്ന രീതിയാണ്, ആ മെത്തേഡ്സിൻ്റെ ഉപയോഗമാണ്. ഓക്കെ, ഇതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? economics മനസ്സിലാക്കും. സോ മെത്തഡോളജി ഈസ് ദ സ്റ്റഡി ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റഡിങ് ആസ് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഇൻ ദ കേസ് ഓഫ് എക്കണോമിക്സ് we are learning economics through the methods or certain tools. Okay, a methodology is the rationale for the research approach and the lens through which the analysis occurs. Okay, it describes the general research strategy that outlines the way in which research is to be undertaken. ഒരു റിസർച്ച് നടത്തേണ്ട രീതി എങ്ങനെയാണ്, ആ റിസർച്ച് ലഭിക്കുന്ന ടെക്നിക്കൽ, അതൊക്കെയാണ് നമ്മൾ മെത്തഡോളജി കൂടെ കാണുന്നത്. മെത്തേഡ് ഈസ് ജസ്റ്റ് വൺ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇക്കണോമിക് കോൺസെപ്റ്റ്. മെത്തേഡ് തന്നെ ജസ്റ്റ് ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഉപയോഗിച്ച് നമ്മളൊരു ഇക്കണോമിക്സിലെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് മനസ്സിലാക്കുന്നത് മാത്രമേ. മെത്തഡോളജി കണ്ടെയ്ൻസ് ദ എൻറ്റയർ സിസ്റ്റം ഓർ അപ്രോച്ച് ടു ദി റിസർച്ച്. റിസർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിൽ കൂടെ മനസ്സിലാക്കണം? മെത്തഡോളജി കൂടെ. ആ മെത്തഡോളജിക്കകത്ത് ഒരു കുഞ്ഞു സാധനം മാത്രം ഏത്? മെത്തേഡ്. മനസ്സിലായല്ലോ. സോ മെത്തഡോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് അതർ കോൺസെപ്റ്റ്സ് ദാറ്റ് ഈസ് ദർ വെൻ യു ആർ അണ്ടർസ്റ്റാൻഡിങ് എ പർട്ടിക്കുലർ സബ്ജക്റ്റ് ലൈക്ക് economics. Okay, so that's the difference between method and methodology, and that's the meaning of methodology. Okay, now we are coming to the next topic, which is called deductive and inductive methods. I know ഞാൻ തപ്പൊക്കെ ഡിലീറ്റ് ചെയ്തു, എടുത്തു. ഓക്കെ, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. നമുക്ക് ഇത് ഒരു ടെക്നിക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ കേട്ടോ. ഞാൻ ആ ടെക്നിക്ക് എന്താണെന്ന് പഠിപ്പിച്ചു തരാം. സോ ദീസ് ആർ 2 methods or 2 approaches in doing social science research. Okay, social science research ഇതെല്ലാം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട, റിസർച്ചിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങളല്ല, ഭയങ്കര എലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. കാരണം എക്കണോമിക്സിന് ഭയങ്കര റിസർച്ച് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്സ് ആർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡ്
social science or to do social science research. Then first, what is deductive method? Deductive method in social science works from the more general to specific approach. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ കണ്ടു, മനസ്സിലായല്ലോ. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് കണ്ടു. ഏറ്റവും അവസാനം നമ്മളൊരു പർട്ടിക്കുലർ കൺക്ലൂഷൻ എത്തിച്ചേരുക ഇതിൽ നിന്ന്, മനസ്സിലായല്ലോ. സോ ദാറ്റ് ഈസ് കോൾഡ് deductive method. We are deducting from these general observations to get a particular observation. That method is called deductive method. Okay, then what is deductive method? Deductive method in social science works from the more general to the more specific. This is a given one, specific one. It represents all the models or entities here, So we reached this particular conclusion from all those observations we got. This is general, this is particular. Okay, the entire process is called the doing such an activity is called deductive method. Sometimes this is informally called top down approach or general to particular. As beginning, as a beginning, the researcher general aspects of the researcher concentrate on general aspects of the study, concentrates. ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ജനറൽ ആസ്പെക്ട്. നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റഡിയെക്കുറിച്ച് പഠിക്കുകയാണല്ലോ, നമുക്ക് ഒരു ഉദാഹരണത്തിന് പോവർട്ടിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മളോട് ആരും പഠിപ്പിക്കാതെ പോവർട്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഏറ്റവും ചെറിയ ടോപ്പിക്കാണ്, അതുകൊണ്ട് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കായതുകൊണ്ട് ഈ പോവർട്ടി ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത്. അപ്പം ആരും നമ്മളോട് പറയാതെ പോവർട്ടിയെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ശരിയല്ലേ? ആ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ റിസർച്ച് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യും. Okay, the researcher at the beginning, the researcher concentrates or his concern is general aspects of the study. Then he would narrow that down to more specific hypothesis for testing. ഇപ്പോൾ ഇത് കണ്ടാൽ പേടിച്ചേക്കരുത് കേട്ടോ. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളൊരു സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു പർട്ടിക്കുലർ പ്രശ്നത്തെക്കുറിച്ച് നമ്മളൊരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാക്കും. ആ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയാം, ദ മെയിൻ റീസൺ ഫോർ പോവർട്ടി ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലേ? അങ്ങനെ ദി മെയിൻ റീസൺ ഫോർ പോവർട്ടി ഈസ് വാട്ട്? ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. അത് നമ്മൾ താൽക്കാലികമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നിട്ട് അത് ശരിയാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കുക. അപ്പം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് ഹൈപ്പോത്തസിസ്. വി ആർ ഗോയിങ് ടു ടെസ്റ്റ് വെദർ ദിസ് ഹൈപ്പോത്തസിസ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതിയോ? പോരാ. നമ്മൾ ക്വസ്റ്റ്യനെയർ 1, 2, 3, 4, 10, 60 ചോദ്യം ഉണ്ടാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ പേപ്പർ ആൾക്കാർക്കെല്ലാം ചോദിച്ചിട്ട് അങ്ങനെ ഒരു 250 പേരോട് നമ്മൾ ചോദിച്ച് അതിൽ നമ്മൾ ഡാറ്റ കണ്ടെത്തും. അവർ പറയും, ചിലർ പറയും അൺഎംപ്ലോയ്മെൻ്റ് അല്ല ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ജോലി ചെയ്യാനുള്ള ശേഷിയില്ല, എനിക്ക് അതിനുള്ള സ്കില്ലില്ല. അല്ലെങ്കിൽ ചിലർ എനിക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ ഇല്ല, മനസ്സിലായി? ചിലർ പറയും എന്താണ്, എനിക്കതിന് നമുക്ക് അതിന് പറ്റിയൊരു എൻവയറമെൻ്റ് ഇല്ല. തൊഴിലുണ്ട്, പക്ഷെ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതിൻ്റെ വേറെ വല്ല കാരണങ്ങൾ, സമരങ്ങൾ കാണും, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കാണും. സോ നമ്മൾ മനസ്സ് വിചാരിച്ച കാരണമായിരിക്കണമെന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പക്ഷേ ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് കാരണമാണ് പോവർട്ടി, അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം കാരണമാണ് എനിക്ക് പോവർട്ടി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്, ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പോവർട്ടി. അല്ലെങ്കിൽ ചിലർ എനിക്ക് വീട്ടിൽ അസറ്റില്ല, അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്തില്ലാത്തതുകൊണ്ടാണ് പോവർട്ടി. ദർ ആർ ലാർജ് നമ്പർ ഓഫ് റീസൺസ് വൈ യു റിമെയിൻ പുവർ. ഓക്കെ, ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, അണ്ടർസ്റ്റാൻഡബിളി. അപ്പോൾ ആ 250 പേരിൽ ഒരു 125 പേര്, 125 അത് പകുതിയാണല്ലോ, ഒരു 180 പേര് പറയുവാണ് അവരേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, ടെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ കിട്ടി ദ മജോറിറ്റി ഓഫ് ദി ഒബ്സർവേഷൻസ് responded that unemployment is the main reason for poverty. So this hypothesis has been found correct. We will test it. നമ്മൾ അതിൻ്റെ ടെസ്റ്റ് കോൺഫിഡൻസ് ലെവലൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യും. അതൊന്നും നിങ്ങൾ പേടിക്കണം കേട്ടോ. നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോക്കും. ഓക്കെ, സോ ദാറ്റ് പർട്ടിക്കുലർ ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെൻ യു ആർ ഡൂയിങ് എ റിസർച്ച് ഈസ് കോൾഡ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മൾ റിസർച്ചിൽ എപ്പോഴും നടത്തേണ്ട ഒരു താൽക്കാലിക സ്റ്റേറ്റ്മെൻറ്റാണ്. സെക്കൻഡ് ഡിലീറ്റ് ചെയ്തോട്ടെ, അങ്ങനെ പോകുന്നില്ല, എല്ലാം തമ്മിലൊരു ബന്ധമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഒരു സെക്കൻഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റെലവൻസ് ഓഫ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് നമ്മൾ എന്നിട്ട് സ്റ്റാറ്റിക്സ് ഡാറ്റ വെച്ച് ടെസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ ഡിഗ്രി 3rd ഇയർ വരുമ്പോൾ പഠിക്കും. അന്നേരത്തേക്ക് അതുകൊണ്ട് തന്നെ അറിയാം നിങ്ങൾക്ക്, അന്നേരം നമുക്ക് നന്നായിട്ട് പഠിക്കാം. വി നാരോ ഡൗൺ ഈവൻ ഫർദർ
വെൻ വി കളക്ട് ഒബ്സർവേഷൻസ് ടു അഡ്രസ് ദി ഹൈപ്പോസിസ്. ഓരോ ഒബ്സർവേഷൻ, ചില നിഗമനങ്ങൾ ആൾക്കാരോട് ചോദിച്ച് നമ്മൾ കണ്ടെത്തും. എന്നിട്ട് ഏറ്റവും അവസാനം ഈ ഹൈപ്പോസിസ് നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ദ മെയിൻ റീസൺ ഫോർ പോവർട്ടി ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് ശരിയാണെന്നുള്ളത് നമ്മൾ ഒബ്സർവേഷനിൽ കണ്ടെത്തി അത് ഉറപ്പിക്കും. ആഫ്റ്റർ ദി അനാലിസിസ് ദി റിസർച്ചർ റീച്ചസ് എ സ്പെസിഫിക് കൺക്ലൂഷൻ. ഒരു സെക്കൻഡേ. അപ്പോൾ റിസർച്ചിൻ്റെ അവസാനം എന്ത് ചെയ്യും? റിസർച്ചർ ഒരു സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്തിച്ചേരും. സോ ദിസ് ഈസ് ദ പാറ്റേൺ ഓഫ് ഡിഡക്റ്റീവ് മെത്തേഡ്. What is the deductive method? What is the way of doing a deductive method? There will be a theory. There is a hypothesis, observation. We confirm this hypothesis whether it is correct or not correct. Okay. So that is the way of engaging a deductive method. We are getting a particular conclusion, specific conclusion from general observations. Okay. So we deduct and get a particular conclusion. That is called a deductive method. Now, the second method or the alternative method or the opposite way of getting into a conclusion is called inductive method. Inductive method works in the other way, moving from specific observation to broader generalization. നമ്മളൊരു നിഗമനത്തിൽ ആദ്യത്തെ എന്താണ് പോവർട്ടി, മെയിൻ റീസൺ ഫോർ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് പോവർട്ടി ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. അത് നമ്മുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ്? ഒബ്സർവേഷനാണ്. ആ ഒബ്സർവേഷൻ ഈ പറയുന്ന 250 പേർക്കും 1 2 3 4 5 6 7 8 9 10 11 250 പേർക്കും ശരിയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. വി ആർ ഡൂയിങ് എ റിസർച്ച് ഓർ വി ആർ വെരിഫൈങ് എ പർട്ടിക്കുലർ ഫാക്ട്, എ സ്പെസിഫിക് ഫാക്ട് by applying it on this general population. So this is a specific to a particular way of verifying a particular fact. Okay, so that is called inductive method. ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് മൊബൈലിലായിട്ട് കാണാൻ പറ്റിയില്ല. ഇപ്പം തന്നെ ഒന്നും കാണാൻ പറ്റിയില്ലായിരിക്കും. ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അവിടെ ഭയങ്കര പാടാം. ഡിലീറ്റ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, inductive method works the other way, moving from specific observation to broader generalizations and theories. This otherwise called a bottom-up or particular to general approach. In inductive reasoning, we begin with specific observations and measures, begin to detect patterns and regularities. പാറ്റേൺസ് എന്ന രീതികൾ, റെഗുലാരിറ്റീസ്, പല ട്രെൻഡുകൾ, ഫോർമുലേറ്റ് സം ടെൻഡേറ്റീവ് ഹൈപ്പോസ് താൽക്കാലികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകും. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ദാറ്റ് വി ക്യാൻ എക്സ്പ്ലോർ, നമ്മൾ അതിനെ പരിശോധിക്കും. ആൻഡ് ഫൈനലി എൻഡ് അപ്പ് ഡെവലപ്പിംഗ് സം ജനറൽ കൺക്ലൂഷൻ തിയറീസ്. ഏറ്റവും നമ്മൾ ചില തിയറികളിൽ എത്തിച്ചേരും. അതിൻ്റെ പാറ്റേൺ ഇതാണ്. ഒബ്സർവേഷൻ, ഫസ്റ്റ് വി മേക്ക് ഒബ്സർവേഷൻസ്, ദെൻ വി ഡെവലപ്പ് എ പാറ്റേൺ, ഹൈപ്പോത്തിസിസ് നമ്മൾ ഉണ്ടാക്കും. ഏറ്റവും അവസാനം നമ്മൾ അതിന് തിയറി ഉണ്ടാക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ഓഫ് ഡൂയിങ് ഇൻഡക്റ്റീവ് മെത്തേഡ്. റിമെമ്പർ ദ thing is that we are getting specific to general approach. എന്താണ് സ്പെസിഫിക് ടു ജനറൽ? ആ ഡിഡക്റ്റീവ് ആണല്ലോ, ജനറൽ ടു സ്പെസിഫിക്. മനസ്സിലായല്ലോ? ഇവിടെയാണെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ. ഇതാണ് ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. നൗ വി ആർ കമ്മിങ് ടു എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്. വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻ ഇക്കണോമിക് മോഡൽ. ഓക്കെ, നമ്മൾ കുറേ മോഡലുകൾ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കെയ്നീഷ്യൻ 2 sector മോഡൽ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മോഡൽ, എ മോഡൽ ഫോർ മാർക്കറ്റ് സിറ്റുവേഷൻ. സോ 2 sector മോഡൽ ഇസ് എ മോഡൽ ഫോർ കെയ്നീഷ്യൻ 2 sector മോഡൽ. ഓക്കെ, കേട്ടിട്ടുണ്ടല്ലോ, പഠിച്ചാണല്ലോ. C+I വെച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? C കൺസംഷൻ, I ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, ഈക്വൽ ടു Y എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മോഡൽ ഉണ്ടാക്കും. സോ ദാറ്റ് ഈസ് എൻ ഇക്കണോമിക് മോഡൽ. Economic model is a simplified representation of a general thing. ഒരു പൊതുവായിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ഏത്? ഇക്കണോമിക് മോഡൽ. ഏത് മോഡലും അങ്ങനെയല്ലേ? നമ്മൾ വീടിൻ്റെ മോഡൽ ഉണ്ടാക്കുമല്ലേ? ശരിയല്ലേ? നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ മോഡൽ ജീവിതത്തിൽ ഉണ്ടാക്കാതിരുന്നിട്ടില്ല? എന്തിൻ്റെങ്കിലും മോഡൽ ഉണ്ടാക്കി ഒരു പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ഡ്രസ്സിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കും. അത് കുഞ്ഞായി 7ാം ക്ലാസ് 8ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അവരുണ്ടാക്കും. ഇങ്ങനെ സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ഡ്രസ്സാന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടാകും. ആൺകുട്ടികളാണെങ്കിൽ ബസ്സിൻ്റെ മോഡൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ കാറിൻ്റെ മോഡൽ ഉണ്ടാക്കും. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലേ? സോ എ മോഡൽ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ജനറലൈസ്ഡ് ഫാക്ട്. ഒരു ജനറൽ സിറ്റുവേഷൻ്റെ ഒരു സ്മോൾ റെപ്രസെൻറ്റേഷനാണ് മോഡൽ. ആൻഡ് ഇക്കണോമിക് മോഡൽ എന്താണ്? Like any other model, economic model is also a simplified representation. An economic model is a simplified structure used to depict an economic phenomenon. ഒരു ഇക്കണോമിക് ഫിനോമിനൻ്റെ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
ഫിനോമിനൻ, പ്രതിഭാസം, ഒരു ഇക്കണോമിക് പ്രതിഭാസത്തിൻ്റെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് എന്ത് ഇക്കണോമിക് മോഡൽ. There are different models in economics that explains the real economic phenomena. റിയൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒത്തിരി ഇക്കണോമിക് മോഡലുണ്ട്. ദ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് മോഡൽ എക്സ്പ്ലെയിൻസ് ദ വർക്കിംഗ് ഓഫ് എ മാർക്കറ്റ്. ശരിയല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ആപ്ലിക്കബിലിറ്റി കുറവാണെന്ന് നമുക്കറിയാം. അത് നമുക്ക് എന്താണ് ചിലയിടത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ് എക്സ്പ്ലെയിൻസ്, ഇറ്റ്സ് എ മോഡൽ, ബേസ്ഡ് ഓൺ ദാറ്റ് യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് മാർക്കറ്റ് മോഡൽസ്. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു മോഡലാണ്. അതിന് ഒത്തിരി അസംഷൻസ് ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്, ഹോമോജീനസ് പ്രോഡക്റ്റ്, പ്രൊഡ്യൂസേഴ്സ്, പ്രൈസ് ടേക്കർ എന്നൊക്കെ പറയും. ഓൺ ദി അതർ ഹാൻഡ്, ദ കെയ്നിഷ്യൻ two-sector model explains the distribution of national income in two sectors, C+I. There can be C+I plus G model as well, or like that, C+I plus G plus X minus sum, which is called the four-sector model. All those are model which represent a real economic situation. Then the usefulness of a model is that it helps us to understand the abstract idea behind the economic activity. ഒരു ഇക്കണോമിക് മോഡലിൻ്റെ പ്രത്യേകത എന്താണ്? റിയൽ എക്കണോമിക് സിറ്റുവേഷൻ്റെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടും ഏകദേശവുമുള്ള ഒരു ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ട് മോഡൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഒരു വാഹനത്തിൻ്റെ മോഡൽ ഉണ്ടാക്കുന്ന പോലെ, ഡ്രസ്സിൻ്റെ മോഡൽ ഉണ്ടാക്കുന്ന പോലെ, വീടിൻ്റെ മോഡൽ ഉണ്ടാക്കുന്ന പോലെ ഇക്കണോമിക് ഐഡിയാസിൻ്റെ മോഡൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇക്കോണമിയെക്കുറിച്ചുള്ള ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു ഡിപ്പിക്ഷൻ തന്നെയാണ്. ഫോളോയിങ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇക്കണോമിക് മോഡൽ. ഇനി നമ്മൾ കാണുമോ എന്താണ് ഇക്കണോമിക് മോഡലിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് പരീക്ഷ ചോദിക്കുന്നത് എന്താണ് ഇക്കണോമിക് മോഡൽ, അത് എന്തിനെ പ്രതിദാനം ചെയ്യുന്നു, പിന്നെ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്. ദി മോഡൽ ഹെൽപ്സ് ടു ഇല്ലസ്ട്രേറ്റ് കോംപ്ലക്സ് ഇക്കണോമിക് പ്രോസസ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്കണോമിക് പ്രോസസ്സിനെ സിംപ്ലിഫൈഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡൽ ഉപയോഗിക്കുന്നു. മോഡൽ ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ഇക്കണോമിക് ഇൻ എ സിമ്പിൾ വേ. അതാണ് സിമ്പിളായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളും അപ്പോൾ തന്നെ പറയും. ദെൻ there are several well-known economic models. The ISLM model is one famous macroeconomic model that is widely used. ഓക്കെ, അപ്പോൾ ഈ ISLM മോഡൽ നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, തേർഡ് ഇയറിൽ നിങ്ങൾ പഠിക്കും. ഒരു മാക്രോ എക്കണോമിക് മോഡലാണോ തേർഡ് ഇയറിൽ സെക്കൻഡ് ഇയർ അവസാനം തേർഡ് ഇയറിൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ ISLM മോഡൽ പഠിക്കും. അപ്പോൾ ISLM മോഡൽ നമ്മുടെ ഇക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. അപ്പോൾ എന്താ നമുക്ക് പിന്നീട് കാണാം. ആൻഡ് ദി ഇക്കണോമിക് മോഡൽസ് ക്യാൻ ബി മാക്രോ എക്കണോമിക് മോഡൽസ് ആസ് വെൽ എസ് മൈക്രോ എക്കണോമിക് മോഡൽ. നമുക്ക് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ എൻ്റയർ ഇക്കോണമിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള മോഡലുകളുണ്ട്. കെയ്നിഷ്യൻ two-sector, C+I, ദി ISLM മോഡൽ, ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ലിക്വിഡിറ്റി മണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡലാട്ടോ. അപ്പോൾ ISLM മോഡൽ അവിടെ ഉണ്ട്. ഓക്കെ, then similarly there can be microeconomic model. Perfect competition is a microeconomic model. Then we will see what are the macroeconomic models, what is the significance of microeconomic model, etc. ഓക്കെ, രണ്ടും നമ്മളിപ്പോൾ കാണും. പരീക്ഷയ്ക്ക് ഇത് രണ്ടും ചോദിക്കും. എക്സാമ്പിൾ സഹിതം നമ്മൾ പറയേണ്ടത് മോഡൽ മൈക്രോ എക്കണോമിക്സ് മോഡലിന് മാത്രമല്ല പറയേണ്ടത്. ഒരു കുഞ്ഞ് ഷോർട്ട് 2 സെൻറ്റൻസിനുള്ള ചോദ്യമാണെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുക്കണം. ഈ എക്സാമ്പിൾ കൊടുത്തില്ല ഈ മോഡൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നതിൽ ഒരു എന്താ ചെറുതായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ തീർച്ചയായിട്ടും കൊടുക്കണം. എ മാക്രോ എക്കണോമിക് മോഡൽ ഇസ് അനലിറ്റിക്കൽ ടു ഡിസൈൻ ടു ഡിസ്ക്രൈബ് ദി ഓപ്പറേഷൻ ഓഫ് എൻ്റയർ ഇക്കോണമി അണ്ടർസ്റ്റാൻഡബിളി. എൻ്റയർ ഇക്കോണമിയെക്കുറിച്ചുള്ളതാണല്ലോ മാക്രോ എക്കണോമി. അപ്പോൾ എൻ്റയർ ഇക്കോണമിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏത് മോഡലും നമ്മൾ മാക്രോ എക്കണോമിക് മോഡലുണ്ട്. വേരിയബിൾസ് സച്ച് എസ് നാഷണൽ ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സെട്രാ ഇല്ലസ്ട്രേറ്റ് യൂസിങ് macroeconomic model. Okay, the ISLM model and the Keynesian two-sector model are examples for macroeconomic model. രണ്ട് മോഡലിനെ കുറിച്ച് പറയാം. Then microeconomic model. Microeconomics model is a description of the working of a market, firm, industry. മനസ്സിലല്ലോ, മാർക്കറ്റ്, ഇൻഡസ്ട്രി, ഫേം. അതാണ് വലിയ ചെറുതിലേക്ക് പോയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ മാർക്കറ്റിൻ്റെയോ ഇൻഡസ്ട്രിയുടെയോ ഫേമിൻ്റെയോ ബിഹേവിയറിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു മോഡലാണ് ഇത് മൈക്രോ എക്കണോമിക് മോഡൽ. മൈക്രോ എക്കണോമിക്സ് മോഡൽ ദസ് അനലൈസ് or illustrate the economic activities or behavior of small units. Perfect competition, monopolistic competition are examples of microeconomic models. Okay, so this is what microeconomic model, and here it is microeconomic model. You have to give explanation ISLM and the Keynesian two-sector model. Similarly, you should, while explaining the microeconomic, you have to cite some example from the microeconomic models, like perfect competition, monopolistic competition, etc. So these are all about economic models. നമ്മളത് പഠിച്ചു. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. എനിക്ക് കോളേജിൽ പോകണം. അവിടെ 8:30 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് എടുത്തിട്ട് പോകണം. അവിടെ ചെന്ന് 9:00 ക്ലാസ് ഉണ്ട് കുട്ടികളുടെ, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ. ചിലപ്പോൾ ഫസ്റ്റ് അവർ എടുക്കാൻ പറ്റില്ല, അവിടെ വരെ യാത്ര ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ക്ലാസ് നിർത്താം കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ ഈ ക്ലാസ് ഞാൻ വൈകുന്നേരം വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാമെന്ന് പറയും. എക്സ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫയൽ ഞാൻ എക്സ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവിടെ ഇട്ടേക്കാം.
എന്നിട്ട് കണ്ടൻറ്റും കൂടെ ഇടാം, നോട്ടും കൂടെ. അപ്പോൾ അതിന് സമയമെടുക്കും. ഇപ്പോൾ ഇടാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വന്ന് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ എന്നെയാണ് പറയുക, അതിൻ്റെ ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കണം. അസൈൻമെൻറ്റ് ഞാൻ അവിടെ കൊടുത്തേക്കാം. എല്ലാ ദിവസവും അസൈൻമെൻറ്റ് തയ്യാറാക്കണം. അങ്ങനെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ വർക്ക് എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. പിന്നെ അത് പെൻഡിങ് ആയി കിടക്കട്ടല്ലോ. അതുകൊണ്ട് നിർബന്ധമായിട്ടും അസൈൻമെൻറ്റ് ചെയ്യണം. അസൈൻമെൻറ്റ് ബേസിലായിരിക്കും അറ്റൻഡൻസ്. കേട്ടല്ലോ? ഓക്കെ. So for the time being, I would like to stop our class. Let me take the attendance.